ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ 2 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും തകർച്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ടും സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും അവഗണനയ്ക്കെതിരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെല്ലാനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കെപിസിസി സെക്രട്ടറി എം.ആർ. അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു ജനകീയ പ്രശ്നം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടിയുമായി ഇവിടെയുള്ള നമ്മുടെ കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ചെല്ലാനം പോലെയുള്ള ഒരു പ്രദേശത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രസക്തി മറ്റ് നഗരപ്രദേശങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ വലുതാണ്. ഇവിടെ ഭൂമിശാസ്ത്രപരമായി ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എടുത്ത് പരിശോധിക്കുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. അതിൻ്റെ ഒരു ശോച്യാവസ്ഥയെക്കുറിച്ച് ചെല്ലാനത്തുകാരോട് ഞാൻ വന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും അതിന് ശാശ്വതമായ പരിഹാരം കാണുകയും ചെയ്യുന്നതിന് ഇന്ന് മുന്നിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ചെല്ലാനം മണ്ഡലം പ്രസിഡന്റ് വി.ടി. ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൊച്ചി നഗരസഭ മുൻ മേയറും കെപിസിസി സെക്രട്ടറിയുമായ ടോണി ചമ്മണി മുഖ്യപ്രഭാഷണം നടത്തി. കണ്ടക്കടവിലും തെക്കച്ചെല്ലാനത്തുമുള്ള 2 സർക്കാർ ആശുപത്രി പ്രവർത്തനരഹിതമായിട്ട് 3 കൊല്ലമായി കണ്ടക്കടവിലെ PHC പ്രവർത്തനരഹിതമായിട്ട്, ചെല്ലാനത്തെ FHC 1 കൊല്ലവും 3 മാസവും പിന്നിട്ടു അതിന്റെ പ്രവർത്തനം നിലച്ചിട്ട്. എന്നാൽ നമ്മുടെ ചെല്ലാനം പഞ്ചായത്തിന്റെ പ്രാദേശിക ഭരണകൂടം ഈ വിഷയത്തിൽ യാതൊരു താല്പര്യവും എടുക്കുന്നില്ലെന്ന് മാത്രമല്ല, കേരള സർക്കാരും അതിൽ വളരെ പിന്നോട്ടാണ്. ഇതിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് ഒരു രീതിയിലും മുന്നോട്ട് വരാത്തൊരവസ്ഥയിലാണ് കോൺഗ്രസ് പ്രവർത്തകര് ഇന്ന് പുത്തൻതോട്ടിൽ നിന്നും ഇരുചക്ര വാഹന റാലി തെക്കേ ചെല്ലാനത്തേക്ക് പുറപ്പെടുന്നത്. ഇത് അവർക്കൊരു സൂചനയാണ്. 3 ഘട്ടം നമ്മൾ സമരം നടത്തി. ആ 3 ഘട്ടം സമരം നടത്തിയിട്ടും അവര് ഒരു നടപടിയും സ്വീകരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് 4ാം ഘട്ട സമരം എന്നുള്ള രീതിയിൽ ഇരുചക്ര വാഹന റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി കാണാം. റിജൻ റബല്ലോ, ന്യൂസ് ടുഡേ, ചെല്ലാനം.